ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ദിസ് ഇസ് സിയദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ മാർക്കറ്റിലെ ഈ ഒരു ഇലക്ഷൻ ഗ്ലോബലി വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഇലക്ഷനായിരുന്നു. നമുക്കറിയാം, ഒരു ആക്ഷൻ സിനിമ പോലെയാണ് നമുക്ക് കടന്നു പോയിട്ടുള്ളത്. ഈ ഒരു ഇലക്ഷൻ കാരണം ഉണ്ടാക്കിയ ഫോളും റാലിയും അതിനുശേഷം ഉണ്ടാക്കിയ ഒരു സസ്റ്റെയിനും എല്ലാം തന്നെ വീണ്ടും നമ്മൾ പറയേണ്ട കാര്യമില്ല. അതെല്ലാം തന്നെ നമ്മൾ അനുഭവിച്ചു, എക്സ്പീരിയൻസ് ചെയ്തു. FISൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 2 ദിവസമായിട്ട് ബയ്യിങ് ആണ് ഉള്ളത്. FISന് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടതുപോലെ രീതിയിൽ നിലവിലുള്ള സർക്കാരിൻ്റെ പ്രമുഖ പോർട്ട്ഫോളിയോ നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഫിനാൻസ്, റെയിൽവേ, കൂടാതെ തന്നെ ഹോം മിനിസ്ട്രി, റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് എല്ലാം തന്നെ കഴിഞ്ഞ സർക്കാരിലുണ്ടായിരുന്ന അതേ ആളുകൾ തന്നെ, അതേ മന്ത്രിമാർ തന്നെയാണ് ഈ ഒരു വകുപ്പുകൾ വീണ്ടും കൈകാര്യം ചെയ്യുന്നത്. കോർ വകുപ്പുകളെല്ലാം തന്നെ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അതേ ആളുകൾ തന്നെ കൈവശം വെക്കുന്നത് മാർക്കറ്റിന് ഒരു പുതിയ ഒരു ഉണർവ് നൽകിയിട്ടുണ്ട്. കാരണം ഇന്നലെ മാർക്കറ്റ് സ്ലൈറ്റ്ലി ഒന്ന് ഫോൾ ആയിട്ടുണ്ട്, പക്ഷേ ഇൻട്രാഡേ ഹൈയിൽ നിന്നാണ്. ഇന്നും മാർക്കറ്റിൽ വലിയ പ്രോഫിറ്റോ ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് ആക്ച്വലി മാർക്കറ്റ് വീണ്ടും ഒരു ഫ്രഷ് ഹൈ ക്രിയേറ്റ് ചെയ്ത ദിവസമാണ്. അപ്പോൾ മാർക്കറ്റ് വളരെ വലിയ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. റീറ്റെയിലേഴ്സാണ് ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത്. കാരണം ഇന്നലെ FIIസും DISും 2 വിഭാഗം ആളുകളും നെറ്റ് ബയേഴ്സായിരുന്നു. ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നത് റീറ്റെയിലേഴ്സാണ്. ഇന്ന് അതുപോലെ തന്നെ റീറ്റെയിലേഴ്സ് കാത്തിരിക്കുകയാണ് അടുത്തതായിട്ട് എന്താണ് ഒരു ട്രിഗർ, ഇനി ശക്തമായിട്ട് മുകളിലേക്ക് പോകാണെങ്കിൽ ബൈ ചെയ്യാമെന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് റീറ്റെയിലേഴ്സ്. കാരണം ഇന്ന് മാർക്കറ്റ് വളരെ വലിയ തോതിൽ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. റെയിൽവേ മിനിസ്റ്റർ വീണ്ടും വന്നത് IRCTC, ആർവിനിൽ തുടങ്ങിയ സ്റ്റോക്കുകളിൽ ശക്തമായൊരു റാലി കണ്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളതാണ്. ആന്ധ്ര മുഖ്യമന്ത്രിയുടെ കെയർ ഓഫിലുള്ള ഹെറിറ്റേജ് ഫുഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ അൺസേർട്ടൺ ആയിട്ടുള്ള അവസ്ഥ ചില ആളുകൾ ഇതൊരു അവസരമാക്കി മാറ്റി. പക്ഷേ മാർക്കറ്റിൽ വീണ്ടും ലിക്വിഡിറ്റി തിരിച്ചെത്തിയിട്ടുണ്ട്. കാരണം ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 14.4 എന്ന നിലയിലാണ്. 31 വരെ പോയ ഇന്ത്യ വിക്സ് അഡ്ദ മണിയിൽ നിഫ്റ്റിയിൽ ഒരു ലോട്ട് വാങ്ങാൻ 17,000 രൂപ വേണ്ട സ്ഥാനത്ത് ഇപ്പോൾ വേണ്ടത് ഏകദേശം ഒരു 7,000-8,000 രൂപ മാത്രം മതി. അതുകൊണ്ട് തന്നെ ബയേഴ്സ് സ്ട്രോങ് ആയിട്ടുണ്ട്. മാർക്കറ്റിൽ ലിക്വിഡിറ്റി സ്വാഭാവികമായ രീതിയിൽ കൂടി. ONGC സ്റ്റോക്ക് ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് 60,000 കോടി രൂപയുടെ ഒരു പുതിയ പ്ലാന്റ് വരുന്നത്. ONGC സ്റ്റോക്ക് ഇന്ന് 5% റാലി രേഖപ്പെടുത്തി. അതുപോലെ ഇൻഡിഗോയും IRB ഇൻഫ്രയിലും ഒരു ബ്ലോക്ക് ഡീൽ ഉണ്ടായത് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തു. ഈ 2 കമ്പനീസും ശക്തമായ ഒരു ഫോൾ രേഖപ്പെടുത്തി. BSE ലിസ്റ്റഡ് കമ്പനീസ് 427 ലക്ഷം കോടി, അതായത് 5.11 ട്രില്യൺ US$ ഈ ഒരു മാർക്കറ്റ് ക്യാപ്പ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് വീണ്ടും ഓൾ ടൈം ഹൈ. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി ഏകദേശം 23,200 ഓപ്പൺ ചെയ്ത നിഫ്റ്റി ഇൻട്രാഡേ ലോയിൽ നിന്ന് 166 പോയിന്റ് സ്പൈക്ക് രേഖപ്പെടുത്തി ഏകദേശം ഒരു 23,400 അടുത്ത് വീണ്ടും ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൻ്റെ അവസാന സമയത്ത് കണ്ടു. നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 5 പോയിന്റ് മാത്രം ഗെയിൻ ചെയ്തപ്പോൾ സെൻസെക്സും ബാങ്കും സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 33 പോയിന്റും 75 പോയിന്റും. നിഫ്റ്റിയിൽ ONGC, L&T, അദാനി പോർട്ട്, ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി 1 മുതൽ 6% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ കൊട്ടാക് മഹീന്ദ്ര, ഡിവിസ് ലാബ്, ഏഷ്യൻ പെയിൻറ്റ്, ഡോക്ടർ റെഡ്ഡി, റിലയൻസ് തുടങ്ങിയ കമ്പനീസ് 1 മുതൽ 1.5% വരെയുള്ള ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം, ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിനിൽ വലിയൊരു ഫോൾ ഉണ്ടായി. 66,900 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. $2,300 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ $81 പെർ ബാരൽ ആയിട്ടുണ്ട്. ഓസ്ട്രേലിയ, ചൈന റെഡിൽ അടച്ചപ്പോൾ കൊറിയയും ജപ്പാനും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് കാണാം 10% ഫോൾ ഉണ്ടാക്കി 14.7. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ നെഗറ്റീവിൽ ട്രേഡ് ചെയ്യുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നാളെ ഉള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് 49,700. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 50,000, 50,500, 51,000. സപ്പോർട്ട് സോൺ ഇമ്മീഡിയറ്റ് സപ്പോർട്ട്സ് 49,500 കൂടാതെ 49,000 സപ്പോർട്ട് സോണുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. PCR 0.78 ആണ്. ഇപ്പോഴും ഒരു ബുള്ളിഷ് ആയ രീതിയിൽ ബാങ്ക് നിഫ്റ്റി വന്നിട്ടില്ല എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബയേഴ്സ് സ്ട്രോങ് ആയി എങ്കിൽ കൂടിയും ഈ ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അവർ വളരെ ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം വളരെ അകലെയുള്ള സ്ട്രൈക്കിൽ പോലും ആളുകൾ കുടിയേറി പാർത്തിരിക്കുന്നുണ്ട്. വളരെ അടുത്തേക്കൊക്കെ വരാൻ വളരെയധികം പേടിയാണ്. കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടാക്കിയ വലിയൊരു മൂവ്മെൻറ്റിൻ്റെ ആ ഒരു പേടി വിട്ട് മാറിയിട്ടില്ല.
ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണ് ഓപ്ഷൻ റൈറ്റേഴ്സിനെ സംബന്ധിച്ച്. കാരണം വലിയൊരു സ്പൈക്ക് കണ്ട് അവർ പേടിച്ചിരിക്കുകയാണ്. പതിയെ പതിയെ അവരുടെ ഒരു മനസ്സ് മാറി 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 അടുത്ത മണിയിലേക്കൊക്കെ ഷോർട്ട് ചെയ്യാനായിട്ടൊക്കെ വരണം. ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് അതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് കമ്പനികളുടെ കുറച്ച് വാർത്തകൾ നമുക്ക് പരിശോധിക്കാം. ഈ അപ്സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾക്ക് സ്റ്റോക്കുകളെല്ലാം തന്നെ പണയപ്പെടുത്തി കിട്ടുന്ന കാശ് കൊണ്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സെല് ചെയ്യുന്ന ആളുകൾക്ക് ഫാർ OTM എല്ലാം തന്നെ അപ്സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. ഡിസ്കൗണ്ട് ബ്രോക്കർ ആയതുകൊണ്ട് ചിലവ് കുറവാണ്. അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ കമ്പനി ഇന്ന് 10% റാലി രേഖപ്പെടുത്തി. 2000 കോടി രൂപയുടെ ഓർഡർ അവർക്ക് ലഭിച്ചിരുന്നു. NBCC കമ്പനി ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പ്രൈവറ്റ് സെക്ടറിൻ്റെ ഭാഗത്തു നിന്നും 878 കോടി രൂപയുടെ ഓർഡർ ഇവർ കൺഫേം ആക്കിയിട്ടുണ്ട്. ഹഡ്കോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശക്തമായ റാലി രേഖപ്പെടുന്നുണ്ടായിരുന്നു. കാരണം ഗവൺമെൻറ് ഈ ഒരു പുതിയ ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ മേഖലയിലേക്ക് കുറച്ച് ഊന്നൽ കൊടുക്കും. അതുപോലെ തന്നെ ഫെർട്ടിലൈസർ കമ്പനിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റാലി രേഖപ്പെടുത്തി. ടിറ്റഗ്രാഹ് റെയിൽ കമ്പനിയും ഈ ഒരു വർഷം മികച്ച രീതിയിലുള്ള ഓർഡറുകൾ കമ്പനിക്ക് ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റെയിൽവേ നെറ്റ്വർക്കൊക്കെ 3 times ആണ് ഫെസിലിറ്റി ഉയർത്തുന്നത്. കെയ്നസ് ടെക്നോളജി കമ്പനി ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു 60% റവന്യൂ അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് കമ്പനി കരുതുന്നു. മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം ഇവരുടെ ടാർഗറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. PNC ഇൻഫ്രാ കമ്പനി ഇവരുടെ 8% ഫോളുണ്ടായി. CBI ഇവരുടെ 4 എംപ്ലോയീസിനെയും അറസ്റ്റ് ചെയ്തു. ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ അലിഗേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കമ്പനി ഫോളായത്. അദാനി ഡിഫൻസ് കമ്പനി ഇവർ ഇന്ത്യയിലും UAE-യിലുമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസുകൾ തുറക്കാനായിട്ട് കമ്പനി തീരുമാനിച്ചു. L&T ടെക്നോളജി കമ്പനി IIT ഹൈദരാബാദായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ടാറ്റ കെമിക്കൽ കമ്പനി അമേരിക്കൻ നാച്ചുറൽ സോഡ ആഷ് കോർപ്പറേഷൻ ഇവരുടെ പ്രൈസ് ഉയർത്തി കമ്പനിക്ക് ഗുണകരമായിട്ടുണ്ട്. സിസിലോൺ എനർജി കമ്പനിക്ക് വീണ്ടും ഒരു ഫർദറായിട്ടുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. SBI അനലിസ്റ്റുകളെല്ലാം തന്നെ പറയുന്നത് 25% അനലിസ്റ്റുകൾ പറയുന്നത് SBIയുടെ പ്രൈസ് 1000 കടക്കുമെന്നൊക്കെ ആണ്. TVS സപ്ലൈ ചെയിൻ കമ്പനി ഡെയിൽമർ ട്രക്കിൽ നിന്ന് പുതിയൊരു ഓർഡർ ലഭിച്ചു. BL ക്യാഷ് അപ്പ് ആൻഡ് സെൻഡ് കമ്പനിക്ക് 1021 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. HCL ടെക് കമ്പനി APO ബാങ്കായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി സൗത്ത് ഏഷ്യ ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. JBM ഓട്ടോ കമ്പനി 5000 ഇലക്ട്രിക്കൽ ബസ്സിൻ്റെ ഓർഡറാണ് UP സർക്കാരിൽ നിന്ന് കമ്പനിക്ക് ലഭിക്കും എന്ന് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഐഡിയ കമ്പനിക്ക് ഈ SBI കൺസോർഷ്യം 14,000 കോടി രൂപയുടെ ലോണിൻ്റെ പ്രിൻസിപ്പൽ അപ്രൂവൽ ഐഡിയക്ക് കൊടുത്തതായിട്ടുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ ഈ ഒരു കറൻറ്റ് മൊമെൻറ്റിൽ നമുക്കുള്ളത്. ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, IPO, ഡിവിഡൻഡ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള bismate.com-ൻ്റെ ട്രേഡ് ബഡി ഡിവിഷനിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ മാർക്കറ്റ് സമയത്ത് നമ്മൾ ന്യൂസുകൾ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയൊരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്യാൻ നിൽക്കേണ്ട, പല ഗ്രൂപ്പുകളിലൊക്കെ റീഡയറക്റ്റ് ചെയ്യപ്പെടും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം. സ്വിങ്ങും ഉണ്ട്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും. അതിൻ്റെയും കോൺടാക്റ്റ് ചെയ്യുന്ന ആളുടെ ഇൻഫർമേഷൻസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.